ഇത് പേര് കേട്ടിട്ട് നെട്ടൊന്നും വേണ്ട. ഈ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ വേറൊരു ഉപകാരം കൂടിയുണ്ട്. ഈ ഓറഞ്ച് ഫ്ലേവർ ഒന്ന് സ്റ്റഡാക്കി ഇടാൻ നോക്കിയതാണ്. കുറച്ചൊരു ഓവറായി പോയോ എന്നൊരു ഡൗട്ട് തോന്നി. ഹായ് ആർട്ടിസ്റ്റ്, ഇറ്റ്സ് മീ ആൻസർ. കമ്മലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷ്രിങ്ക് ഫിലിം പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് പേര് കേട്ടിട്ട് നെട്ടൊന്നും വേണ്ട. ചൂട് കൊള്ളുമ്പോൾ ഇതൊന്ന് ചുരുങ്ങിയിട്ട് കുറച്ചും കൂടി സ്ട്രെങ്തൻ ആയിട്ട് വരും. അതിനാണ് ഈ 20 പേരൊക്കെ. അപ്പോൾ ഈ പേപ്പറിൻ്റെ 2 സൈഡുണ്ട്. ഒന്ന് സ്മൂത്ത് സൈഡും ഒന്ന് കുറച്ച് റഫായിട്ടുള്ള സൈഡും. അപ്പോൾ റഫായിട്ടുള്ള സൈഡ് മുകളിലാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഫ്ലവറും ലീഫും ഒന്ന് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ട്രേസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കമ്മലുകളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കമ്മലിൻ്റെ ആ ഒരു പേര് വരുമ്പോൾ രണ്ടും സെയിം സൈസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്തതിന് ശേഷം ഒന്ന് മായ്ച്ച് കളയുന്നുണ്ട്. ഇത് മായ്ച്ചില്ലെങ്കിൽ നമ്മുടെ ആ പെൻസിലിൻ്റെ ലെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് ആയിട്ട് വരും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലധികം ഇതേപോലെ ഫ്ലവേഴ്സ് ഞാൻ വരച്ചിട്ട് ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കളർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ കളർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കാം. പെൻസിൽ കളറോ സ്കെച്ച് പെന്നോ ഏതാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ സോഫ്റ്റ് പേസ്റ്റൽസ് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം ഓരോ ഫ്ലവർ പെറ്റൽസിലും വരച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് മെർജ് ചെയ്യുന്നുണ്ട്, റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റബ്ബ് ചെയ്യുമ്പോഴേക്കും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കിട്ടും. പെറ്റൽസിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് അടിച്ചിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് പയ്യെ 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 ഇങ്ങനെ ഉരച്ചൊരച്ച് അത് കളേഴ്സ് ഇല്ലാത്ത ഭാഗത്തോട്ട് ഇങ്ങനെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 ഫ്ലവേഴ്സും വരച്ചിട്ടുണ്ടല്ലോ. 2 ഫ്ലവേഴ്സിനും ഒരേ രീതിയിൽ തന്നെ കളർ ചെയ്യാൻ നോക്കണം കേട്ടോ. ഈ ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ വേറൊരു ഉപകാരം കൂടിയുണ്ട്. എക്സസ് ആയിട്ട് വന്ന ഈ പേസ്റ്റലിൻ്റെ പൗഡറും കൂടി നമുക്കത് കളയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് കളഞ്ഞില്ലെങ്കിൽ ഈ കളറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെസിനിൽ മുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ റെസിനിൽ മുക്കുമ്പോൾ ഈ കളേഴ്സ് എക്സസ് ആയിട്ട് ഉണ്ടെങ്കിൽ റെസിൻ്റെ കളറേ മാറും. അപ്പോൾ നമ്മുടെ എല്ലാ വർക്കിനും ഒരു ഡള്ളായിട്ട് വരും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് എക്സസ് ആയിട്ടുള്ള ഈ പൗഡർ എടുത്ത് കളയുന്നത്. അങ്ങനെ കളറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ആ ഷീറ്റിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാതെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് മാറ്റിയിട്ട് അതിന് ഷേപ്പ് ചെയ്യണം. അതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ ലീഫ് തന്നെ കണ്ടോ, ലീഫ് ജസ്റ്റ് ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ കളർ ചെയ്തിരിക്കുന്ന പോർഷനിൽ കൂടി നമ്മൾ പയ്യെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. പിന്നെ കട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ സിസേഴ്സ് നല്ലോണം വൈഡാക്കി വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അതിന് തുമ്പ് വെച്ചിട്ട് മാത്രം തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വൈഡായിട്ട് ഓരോന്നും കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്യുമ്പോൾ ക്ഷമയോടുകൂടി തന്നെ വേണം ഇത് കട്ട് ചെയ്യാൻ. ഈ കട്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇയറിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഒരു ഫിനിഷിംഗ് ലുക്ക് വരണമെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ലീവ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇതൊന്ന് ഹീറ്റ് ചെയ്യണം. അതിനൊരു ഹീറ്റ് ഗൺ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഇങ്ങനെ പോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഹീറ്റ് ഗണ്ണ് വെച്ചിട്ട് പയ്യെ അതിനെ റൗണ്ടും ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പയ്യെ പെറ്റൽസ് ഇങ്ങനെ ചുരുങ്ങിയിട്ട് കുറച്ചും കൂടി ഹീറ്റ് ചെയ്യുമ്പോൾ അത് നിവർന്ന് വരും. അതിൻ്റെ പഴയ പൊസിഷനിൽ തന്നെ വരും. അതാണ് ഹീറ്റിങ് ചെയ്യുന്നത്. ഇത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലവർ സംഭവം ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാവും കേട്ടോ. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നത്. ഇതിനൊരു വിടർന്ന് വരുന്ന പൂവ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. കട്ടിയുടെ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ അതൊന്ന് ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം അതൊന്ന് പയ്യെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു വിടർന്ന് വരുന്ന പൂവിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു തുളിപ്പ് ഫ്ലവറും സെയിം തന്നെ ഹീറ്റ് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് തന്നെ പയ്യെ പയ്യെ ഓരോ പെറ്റൽസും ഇങ്ങനെ റൗണ്ടാക്കി എടുക്കണം. തുളിപ്പ് ഫ്ലവറിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട്, സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒരു ലീഫും അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പഴയ പൊസിഷൻ റീറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഹീറ്റ് മാറ്റുക. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ലീഫും ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹീറ്റ് ചെയ്ത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് റെസിൻ എടുക്കണം. 5 ഗ്രാം ഹാർഡനറും 10 ഗ്രാം റെസിനും എടുത്ത് മിക്സ് ചെയ്തതിനു ശേഷം ചെറിയൊരു കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വയറും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ വയറിലും ഒരു മുത്ത് വെച്ചിട്ട് അത് പയ്യെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ഫ്ലവേഴ്സിന്റെ ഉള്ളിലോട്ട് ഈ കമ്പികൾ കയറ്റി കഴിയുമ്പോൾ അത് വിട്ടുപോകില്ല. അപ്പോൾ അതേപോലെ എല്ലാ ഫ്ലവേഴ്സിൻ്റെയും ഉള്ളിൽ ഞാൻ വെക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കളർ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലും തുളിപ്പ് ഫ്ലവറിൻ്റെ ഉള്ളിലും ഞാൻ ഇതുപോലെ വെക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു സേഫ് ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് റെസിൻ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും നമുക്ക് അതിൽ നിന്ന് എടുക്കും. ഇപ്പോൾ റെസിൻ മുക്കിയതിന് ശേഷം നമുക്കതൊന്ന് തൂക്കിടാനുണ്ട്. തൂക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ടേപ്പ് ഒന്ന് ഒട്ടിച്ച് വെച്ച് നോക്കി. പക്ഷെ അതിൻ്റെ നടുവിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബെൻഡ് ആകുന്നതുകൊണ്ട് ഒരു കയറ് വെച്ച് കെട്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം കേട്ടോ. കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കതങ്ങ് തൂക്കിടണം.
അപ്പോൾ അതിൻ്റെ നടുവിൽ ചെറിയൊരു സ്റ്റെബിലിറ്റി കുറവുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു ലെങ്ത്തിലുള്ള സാധനം വെക്കുന്നുണ്ട്. വെച്ചിട്ട് ഓരോ ഫ്ലവേഴ്സും നമ്മുടെ റെസിനിൽ മുക്കിയിട്ട് അതിൽ തൂക്കിടണം. അതായത് തുണി അടിയിൽ തൂക്കിയിടൂലേ അതുപോലെ. അപ്പോൾ ഓരോ പെറ്റൽസും ഇതേപോലെ റെസിനിൽ നല്ലോണം കോട്ട് ചെയ്തെടുക്കുക. നല്ലോണം കോട്ട് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ ഡ്രെയിൻ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൽ നമ്മളിങ്ങനെ തൂക്കിടണം. അപ്പോൾ ആദ്യം ഞാൻ മടി പിടിച്ചിട്ട് ഒരു ഗ്ലൗസ് ഇട്ടില്ല, പിന്നെ മടി മാറ്റി അടുത്ത ഗ്ലൗസ് ഇട്ടിട്ടോ. ഗ്ലൗസ് ഇടാതെ ഇതൊന്നും ചെയ്യരുത്. നമ്മുടെ കയ്യിലോ സ്കിന്നിനോ എങ്ങാനും ഇത് പറ്റിക്കഴിഞ്ഞാൽ അത്ര നല്ല സംഭവമല്ല നമ്മുടെ സ്കിന്നിന്. അപ്പോൾ അത് ഗ്ലൗസ് എന്തായാലും ഇടണേ. എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ളത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ എടുത്തു വെക്കുക. ഒരു ദിവസം അങ്ങനെ വെയിറ്റ് ചെയ്തതിനു ശേഷം എല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലീഫ് മാത്രം ആ പാത്രത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്തത് കൊണ്ടാണ് റെസിൻ അതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാ എക്സസ് ആയിട്ടുള്ള റെസിനും ഒഴുകി പാത്രത്തിൽ തന്നെ വീണിട്ടുണ്ട് കേട്ടോ. തുളി ഫ്ലവറൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഭംഗി വന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഓറഞ്ച് കളർ ഫ്ലവറും നല്ലൊരു രസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലീഫിൽ ഒട്ടിപ്പിടിച്ച റെസിന് ഞാനങ്ങ് കത്രിക കൊണ്ട് മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് ഫ്ലവർ ഒന്ന് സ്റ്റഡാക്കി ഇടാൻ നോക്കിയതാണ്. അപ്പോൾ കുറച്ചൊരു ഓവറായി പോയോ എന്നൊരു ഡൗട്ട് തോന്നി. അങ്ങനെ ഞാനത് ഹാങ്ങിങ് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഹാങ്ങിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുത്തുകൾ ആ കമ്പിൽ കൊടുത്തിട്ട് കമ്മലിൽ ഹാങ്ങർ ഉണ്ടല്ലോ അത് മേടിച്ച് അതിലോട്ടൊന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ നല്ല ഒരു ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തുളി ഫ്ലവറിൽ ഞാൻ ചെറിയൊരു ലീഫ് കൂടി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഫ്ലവറും ലീഫും കൂടി ഒന്ന് ടൈറ്റായിട്ട് ഇങ്ങനെ മുറുക്കിയിട്ട് അതിലും ഇതേപോലെ ഹാങ്ങിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. തുളി ഫ്ലവറും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഓറഞ്ച് കളർ ഫ്ലവറിൻ്റെയും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായത്? തുളിപ്പാണോ ആ ഓറഞ്ച് കളർ ഫ്ലവറാണോ? ഏതാണെങ്കിലും ഒന്ന് കമൻറ്റിൽ പറയണേ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ.